അതായത് അദാലത്ത് കാ ഫൈസല എന്ന ലെസണില് എന്താണ്, അതായത് ജഡ്ജ്മെന്റ് ഓഫ് ദ കോർട്ട് എന്ന ലെസണില് ഒരു കുട്ടികള് ഒരു ക്ലാസ്സിലെ കുട്ടികള് വാർഷികോത്സവത്തിന് അവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചതാണ്. അതിലാണ് ഈ അദാലത്ത് കാ ഫൈസല. पाठ का परिचय नोक। इस पाठ के द्वारा जेलों में होने वाले भ्रष्टाचार की ओर संकेत करते हुए जेल भावना से झेलते हुए समाज और राष्ट्र की गरिमा बढ़ाने की प्रेरणा दी गई है. എന്താ അങ്ങനെ പറഞ്ഞാല് इस पाठ के द्वारा, ഈ പാഠത്തിലൂടെ इस पाठ के द्वारा, ഈ പാഠഭാഗത്തിലൂടെ എന്താ സംഭവിക്കുന്നത്, കുട്ടികളിലെ കളികളെ കുറിച്ച് അതായത് അതിന്റെ ഭാവന, അതായത് കളികളോട് താല്പര്യം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല സ്പോർട്സ് പ്രോഗ്രാമിലും നടക്കുന്ന പരിപാടികൾ, അതിന്റെ ഇതൊക്കെ എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ മഹിമ, ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പാഠക ഉദ്ദേശം, ഈ പാഠഭാഗം നിങ്ങൾക്ക് തന്നതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? खेल भावना से खेलने और खेल से राष्ट्र की गरिमा बढ़ाने की प्रेरणा देना. ഒന്ന് നിങ്ങൾക്ക് കളി, സ്പോർട്സ്, അതിനെ കുറിച്ചൊരു താല്പര്യം വർദ്ധിപ്പിക്കുക. പിന്നെയോ അതിലൂടെ, സ്പോർട്സിലൂടെ രാജ്യത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാനും കൂടിയാണ്, അതിനുള്ള പ്രേരണ നൽകുകയാണ് ഈ ലെസണിലൂടെ. ശ്രീദേവ് വരുന്നുണ്ട് കേട്ടോ, കാലിന് വയ്യാത്തോണ്ട് മെല്ലെ നടന്ന് വരുന്നു. ശ്രീദേവേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. എന്താ നിന്റെ മുഖത്ത് കാണട്ടെ, മുഖത്തും പരിക്ക് പറ്റിയ? എന്താടാ എന്റെ കാലിന് എന്താ പറ്റിന്നൊക്കെ പറഞ്ഞവര്? മിസ്, ഞാൻ ഇവിടുന്ന് കളിച്ചപ്പോ വീണതാ. വന്ന് അവനവന് പറ്റുന്ന പണിക്ക് പോയാ പോരെ? മിസ്, ഫുട്ബോൾ കളിച്ചപ്പോ സാധാരണ. അതെയാ, നിന്റെ വീട്ടിൽ തന്നെയാണോ അല്ല എവിടെയെങ്കിലും പുറത്തു പോയോ കളിക്കാൻ? ഇല്ല, പുറത്തൊന്നും പോയില്ല, വീട്ടിൽ നിന്ന് കളിച്ചത്. അതെയാ, ഇതിപ്പോ എങ്ങനെയുണ്ട്? കാലിന് കെട്ടിവെച്ചിട്ടാണോ ഉള്ളത്? നടക്കാൻ പറ്റുന്നുണ്ടോ? നടക്കാനൊന്നും അത്ര വലിയ പ്രയാസമാണ്, നടക്കാനൊന്നും പറ്റുന്നില്ല. നല്ല വേദനയുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി നിന്നെ കാണാൻ വരാം കേട്ടോ ഒരു ദിവസം. ഞങ്ങൾ വരുമ്പോഴേക്കും ചിലപ്പോ നിന്റെ കാലിന്റെ വേദന ഒക്കെ മാറും അല്ല ഇജാസ്? ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ, ഷോണും എല്ലാരും പറഞ്ഞു നമുക്ക് ശ്രീദേവിനെ കാണാൻ പോവാന്ന്. പക്ഷെ ഈ കൊറോണ ആയതുകൊണ്ടാണ് ഞങ്ങൾ വരാത്ത കേട്ടോ. ഈ സമയത്ത് വന്നൂടല്ലോ. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, കൊറോണ പ്രശ്നമില്ല. അത് ബർത്ത്ഡേയിലും കേക്ക് നല്ലോണം തിന്നിട്ട് ഒറ്റയ്ക്കന്നെ തിന്നതല്ലേ കേക്ക്, അപ്പൊ അതിന്റെ എല്ലാം ക്ഷീണത്തിൽ പോയി വീണതായിരിക്കും. സാരില്ല. അല്ല മിസ്, ഞാൻ കേക്ക്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 20. അതിനിടയിൽ അലൻ ഒരിക്കൽ ഇങ്ങനെ വന്നല്ലോ, അങ്ങോട്ട് പോയോ അലൻ? അദാലത്ത് കാ ഫൈസല ലെസൺ ആണ് പറയാൻ പോകുന്നത്. നോക്ക്, താൻ വിദ്യാലയ കെ വാർഷികോത്സവ കെ രംഗമഞ്ച് പർ സജി അദാലത്ത്. സ്ഥലം എവിടെയാണ്? ഒരു സ്കൂളിലെ വാർഷികോത്സവം നടക്കുന്നതിന്റെ സ്റ്റേജില് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കോടതി കേട്ടോ. കേസ്, അതായത് കേസിന് എന്തോ ഒരു തീരുമാനം കൽപ്പിക്കുകയാണ് അവിടെ. പാത്രം, ഇനി പാത്രം പറഞ്ഞ പാത്രങ്ങളല്ല കേട്ടോ, അടുക്കളയിലെ പാത്രങ്ങളല്ല, കഥാപാത്രങ്ങള്, അതിലെ കഥാപാത്രങ്ങള്. ന്യായാധീശ്, അദാലത്ത് കാ കർമ്മചാരി, പഹൽവാൻ, സുമന്ത സിംഗ്, ഗവാഹ്, മാധവൻ. ആരൊക്കെയുണ്ട്? ഒരു കോടതിയാകുമ്പോ ആരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞേ? ജഡ്ജി, അവിടുത്തെ കോടതിയിലത്തെ പിയൂൺ ഉണ്ടാവും, പിന്നെ രണ്ടാളുകൾ ഉണ്ടാവില്ലേ, കുറ്റം ചെയ്തവരല്ലേ, രണ്ടുണ്ടാവും. പിന്നെ സാക്ഷികൾ ഉണ്ടാവും അല്ലെ, സാക്ഷി ഉണ്ടാവും. ഒരു സാക്ഷിയെ നമുക്ക് ഹാജരാക്കാനുണ്ടാവും അല്ലെ. നമ്മൾ കോടതിയിലൊന്നും പോയിട്ടാ മിസ് ചെയ്യുന്നത്. എന്നാലും നമുക്കൊരു സിനിമ ഇതൊക്കെ കാണുമ്പോൾ ഒരു ധാരണയുണ്ടല്ലേ.
न्यायाधीश न्यायाधीश हथौड़ा मेज पर बजाते हुए अदालत की कार्यवाही शुरू की जाए. ന്യായാധീശ് എന്ന് പറഞ്ഞാല് ജഡ്ജി എന്ത് ചെയ്യും? കസേര ചെയറിൽ വന്നിരുന്നിട്ട് ഹത്തൗഡ മീൻസ് അവരുടെ കയ്യിൽ ഒരു ചുറ്റികയുണ്ട്. അത് രണ്ട് ഡെസ്കിന് ആ ടേബിളിൽ ഇങ്ങനെ രണ്ട് അടി അടിക്കും. ഹത്തൗഡ എന്ന ചുറ്റിക എന്നർത്ഥം. എന്തിനാണ് അടിക്കുന്നത്? തീരുമാനം മാറ്റാതിരിക്കും. അതുപോലെ ഇവിടെ തുടങ്ങി എന്നർത്ഥം, സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതുപോലെ ഇവിടെ മേശയിൽ അടിച്ചു. എന്നിട്ടോ അദാലത്ത് കാര്യവായി ശുരു കീ ജായേ, അങ്ങനെ ആ കേസിന്റെ തീരുമാനം സ്റ്റാർട്ട് ചെയ്തു. അദാലത്ത് കർമ്മചാരി അവിടുത്തെ പ്യൂണ് न्यायाधीश महोदय मुकदमे के दोनों पक्ष अपना मुकदमा स्वयं लड़ने की अनुमति चाहते हैं. അതായത് പ്യൂണ് വന്നിട്ട് പറഞ്ഞു, അല്ലേ മഹാദേ, അതായത് ജഡ്ജിയോട് പറയണ എന്താണ്, കേസിൽ രണ്ട് പക്ഷക്കാരും എത്തിയിട്ടില്ല, ഹാജരായിട്ടുണ്ട്. ന്യായാധീശ് അനുമതി ഹേ മുക്തമ ശുരു കീ ജായേ, ശരി അനുമതി നൽകിയിരിക്കുന്നു, കേസ് ആരംഭിക്കട്ടെ. മുക്തമ എന്ന കേസ്. ശ്രീദേവേ വീഡിയോ ഓണാക്ക്. ഇത് പറഞ്ഞേ നിങ്ങളെ ക്ലാസ്. എന്താണ്? ഒന്നുമില്ല, എല്ലാരും മിണ്ടായിരിക്കുന്നത്. ഞാനത് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അയക്കാൻ വേണ്ടിട്ടാണ്, അത് മറന്നുപോയി. നിങ്ങളെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് പേപ്പറിൽ കൊടുക്കാന്ന് കരുതി. നോക്ക്, അപ്പൊ ഇവിടെ എന്താണ്? पहलवान महोदय सुमंत सिंह मुझे मेरे 10 लाख रुपए देने में आनाकानी कर रहा है. ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴേ വരണ്ടടാ ശ്രീദേവൻ, ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചില്ലേ? അതാ പറഞ്ഞ വീഡിയോ ഓൺ ആക്കിട്ട് ഇരിക്കണം. സാരില്ല, പേപ്പറിൽ ഒന്നും കേൾക്കുന്നില്ല, സ്റ്റക്കായി വീണതുകൊണ്ടാ. നോക്കാമല്ലോ, ശരിയോ? അപ്പൊ ഇവിടെ നോക്ക്, മഹോദയ് സുമന്ത് സിംഗ് മുജെ, അതായത് സുമന്ത് സിംഗ് എന്റെ ഇടയിൽ നിന്ന്, എന്റെ പക്കൽ നിന്ന് 10 ലക്ഷം രൂപ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു കടം. बहुत बार करने पर भी जब इसके कानों पर जून नहीं देंगी तो मुझे अदालत का दरवाजा गड़गड़ाना पड़ा. ഇപ്പൊ എനിക്ക് തരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു കേസ് ഞാൻ കൊടുത്തത്, ഫയൽ ചെയ്തത്. 10 ലക്ഷം രൂപ. സുമന്ത് സിംഗ് മഹോദയ് പഹൽവാൻ ജൂട്ട് ബോൽ രഹാ ഹൈ. എന്നിട്ട് സുമന്ത് സിംഗ് പറഞ്ഞു പഹൽവാൻ അത് പറഞ്ഞത് കളവാണ്. ജബ് മൈനെ കബി ഇസേ രൂപയെ ബി നഹി ഹൈ, ഞാൻ അങ്ങനെ ഒരു പൈസയും വാങ്ങിയിട്ടില്ല. तो देने का क्या प्रश्न, പിന്നെ ഞാൻ എന്താ പൈസ കൊടുക്കുന്നത്? जरा पूछिए तो इसने मुझे कब इतने रुपए दिए थे. പിന്നെ എന്തിനാ ഞാൻ ഈ പൈസ കൊടുക്കുന്നത്? ഇത്രയും രൂപയും എനിക്ക് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല, പിന്നെ ഞാൻ ഇത്രയും രൂപയും ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. സുമന്ത് സിംഗ് പറഞ്ഞു അല്ലേ. പിന്നെ ന്യായാധീശ് പറഞ്ഞത് പഹൽവാൻ ബതാവോ തുമ്നെ കബ് സുമന്ത് സിംഗ് കോ ഇത്തനെ രൂപയെ ദിയേ ഥേ, നിങ്ങൾ എന്തിനാണ് ഇത്രയും രൂപ നൽകിയതെന്ന് സുമന്ത് സിംഗിനോട് ചോദിക്കുകയാണ്. क्या तुम्हारे पास रुपए देने का कोई प्रमाण या गवाह है? ഇനി അഥവാ നിങ്ങൾ സുമന്ത് സിംഗിന് ഇങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലേ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും മുദ്രപേപ്പർ അങ്ങനെയൊക്കെ ഉണ്ട്, മുദ്രപേപ്പറിൽ എഴുതി ഒപ്പിടുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ സാക്ഷ്യപത്രം ഉണ്ടോ കൊടുത്തു എന്നുള്ളതിന് തെളിവ്? पहलवान महोदय सुमंत सिंह मेरे 10 लाख रुपए लौटाना नहीं चाहता, इसलिए ऐसी बात कर रहा हूं. आज से ठीक 3 महीने पहले, ഇന്ന് അതായത് ഒരു 3 മാസം മുൻപാണ് സർ ഞാൻ അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ കൊടുത്തത്, എനിക്കത് ഇതുവരെ തിരിച്ചു തന്നില്ല എന്നാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞത്. സുമന്ത് സിംഗ് അപ്പൊ എന്താ പറഞ്ഞേ? പഹൽവാൻ കി ബാത് കാട്തേ ഹേ, പറയുന്നതിനിടയിൽ കയറിയിട്ട് പറഞ്ഞു, അച്ഛാ
तीन महीने पहले तुमने मुझे 10 लाख रुपए दिए थे 3 മാസം മുമ്പ് എനിക്ക് 10 ലക്ഷം രൂപ തന്നോന്നോ तब तो कोई प्रमाण भी आवश्यक होगा तुम्हारे पास रुपए देने का നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ എനിക്ക് തന്നു എന്നുള്ളതിന് ഒരു ഉറപ്പ് വേണ്ടേ ഉണ്ടോ പേജ് നമ്പർ 21 ആണ് വായിക്കുന്നത് न्यायाधीश पहलवान क्या तुम्हारे पास रुपए देने का कोई प्रमाण है വീണ്ടും അദ്ദേഹം ജഡ്ജി ചോദിച്ചു വന്ന് നിങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തതിന് വല്ല പ്രമാണം തെളിവുമുണ്ടോ जानते हो कि अदालत का समय बहुत मूल्यवान होता है इसे व्यर्थ करने पर तुम्हें दंडित भी किया जा सकता है അല്ലാതെ വെറുതെ നുണ പറഞ്ഞിട്ട് ഇവിടുന്ന് കോടതിയുടെ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കി കളയുകയാണെങ്കിൽ അങ്ങനെ വേസ്റ്റ് ആക്കി കളയുന്നവർക്ക് വലിയൊരു ശിക്ഷ ലഭിക്കും ഞങ്ങളുടെ സമയം അത്രയും വിലപ്പെട്ടതാണ് അപ്പൊ കളവ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ നടക്കില്ല पहलवान जी महोदय क्षमा करें महोदय क्षमिचालो अब ऐसा नहीं होगा दरअसल बात यह है कि आज से ठीक 3 महीने पहले कुश्ती के मुकाबले में जीतने वाले को इनाम में 5 लाख रुपए की रकम मिलनी थी എന്താ പറഞ്ഞറിയാ ഒരു 3 മാസം മുമ്പേ ആ സംഭവം പറയുന്നു 3 മാസം മുമ്പേ ഞങ്ങൾ ഗുസ്തി മത്സരം ഗുസ്തിയിലെ ഗുസ്തി മത്സരം അത് താഴെ പിക്ചർ ഗുസ്തി മത്സരത്തില് ഞങ്ങൾക്ക് സമ്മാനമായിട്ട് 5 ലക്ഷം രൂപയും കിട്ടി मैं कई पहलवानों को धूल चढ़ा चुका था मेरे सामने कोई पहलवान टिक नहीं पा रहा था അത് അപ്പൊ ആ ഗുസ്തിയില് എന്താണ് പ്രൈസ് കിട്ടിയവർക്ക് അല്ലെ ആരാണ് ജയിച്ചത് അവർക്ക് എടുക്കാനാണ് ആ പൈസ അല്ലെ मैंने सारे पहलवानों को चित करने के बाद दर्शकों को अपने साथ कुश्ती के लिए ललकारते हुए कह दिया कि किसी में इतनी हिम्मत जो मेरे साथ कुश्ती करने को तैयार हो इतना कहने पर सुमन सिंह मुकाबले के लिए तैयार हो गया मुकाबला അപ്പൊ ഞാൻ അവിടുന്ന് ഗുസ്തി മത്സരത്തിൽ കയറി അവിടുന്ന് വിളിച്ചു ചോദിച്ചു എന്നോട് ഗുസ്തി കൂടാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നു എന്ന് ചോദിച്ചു അങ്ങനെ സുമന്ത് സിംഗ് ആണ് എന്നോട് ഗുസ്തി കൂടാൻ വേണ്ടി വന്നത് सुमन सिंह फिर पहलवानी की बात काटते हुए व्यंग्य के स्वर में हाँ याद आया ശരി എനിക്ക് ഓർമ്മ വന്നു വഹി തുമ്നെ 10 लाख രൂപ दिए थे ना पहलवान അത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരേണ്ടത് ഈ ഒരു ഗുസ്തി മത്സരം നടന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് पहलवान सुमन सिंह की बात पर ध्यान न देते हुए महोदय सुमन सिंह ने अखाड़े में आते ही मुझसे धीरे से कहा था कि यदि मैं ये मुकाबला इससे हार जाऊं तो ये मुझे हारने के लिए जीत की राशि से दुगुनी रकम देगा സംഭവം അന്ന് ഗുസ്തി മത്സരത്തില് ഒരു തീരുമാനം എടുത്തിരുന്നു ഒന്ന് 5 ലക്ഷം അല്ലേ പറഞ്ഞേ मुझे हारने के लिए जीत की राशि से दुगुनी रकम देगा അതിലൊരു കാര്യം കൂടി പറഞ്ഞു തോറ്റുപോയ ആൾക്ക് ഇരട്ടി പൈസയും കൊടുക്കണം അത് ശ്രദ്ധിച്ചില്ല കുട്ടികളൊരു നാടകമല്ല ഇത് തോറ്റ ആൾക്ക് 5 ലക്ഷത്തിന്റെ ഇരട്ടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു मैं मुकाबला जीत सकता था पर इसकी बात मानकर जानबूझकर मुकाबला हार गया और अब मेरे बार बार तगासा करने पर भी ये रुपये नहीं दे रहा അപ്പൊ ഞാൻ തോറ്റു എനിക്ക് എത്ര തന്നില്ല 10 ലക്ഷം അതിനാ ഞാനിപ്പോ കേസ് വന്ന് ആ 10 ലക്ഷം എനിക്ക് കിട്ടിയിട്ടേ ഇതുവരെ വല്ലത് മനസ്സിലായോ മണ്ടന്മാരെ ഒന്നും മനസ്സിലായിട്ടേ ഗുസ്തി മത്സരം സംഘടിപ്പിച്ചു ഇത് കുട്ടികളെ ഒരു നാടകമാണ് കുട്ടികളെല്ലാം കൂടി സംഘടിപ്പിച്ച ഒരു നാടകം ആ നാടകത്തിന് കഥ ഇതാണ് ഗുസ്തി മത്സരം സംഘടിപ്പിച്ചു മുമ്പേ ഒരു 3 മാസം മുമ്പേ ഗുസ്തി മത്സരം സംഘടിപ്പിച്ചു അതിലെ സുമൻ സിംഗ് അത് പഹൽവാൻ എന്ന് പറഞ്ഞ അയാള് വിളിച്ചു പറയുന്ന എന്നോട് ഗുസ്തി വിടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഗുസ്തി മത്സരത്തിൽ ജയിച്ച ആൾക്ക് 5 ലക്ഷം രൂപ പക്ഷെ അതിന്റെ കൂടെ ഒന്നും കൂടി പറഞ്ഞിരുന്നു അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ ആരാണോ തോക്കുന്നാക്ക അതിന്റെ ഇരട്ടി നഷ്ടം കൊടുക്കണം 5 ലക്ഷം എന്നപ്പോ ഇരട്ടി എറിയുമ്പോ എത്ര വരും 10 ലക്ഷം ഇയാൾ തോറ്റിനി അപ്പൊ ഇയാൾക്ക് 10 ലക്ഷം കിട്ടിയിട്ടില്ല മനസ്സിലായ ശ്രീദേവേ വീണോടെ ആകെ പോയി അപ്പോ न्यायाधीश सुमंदिस
क्या तुमने ऐसा किया तुम्हें कुछ करना നിങ്ങൾ എന്തായി പറയുന്നത് ന്യായാധിപൻ ചോദിച്ചു सुमन सिंह महोदय मैं जैसे ही अखाड़े में मुद्रे इसने मेरी खिल्ली उड़ाई भला मैं सबके सामने अपने अपमान होने पर चुप क्यों रहता ഞാൻ തോറ്റു എന്നുള്ളതിന് ഇനി അപമാനം കൊണ്ട് നടക്കേണ്ട ആവശ്യം എനിക്ക് പറഞ്ഞ പൈസ കിട്ടണം തോൽവി എന്ന് പറയുമ്പോ ഒരു അപമാനത്തിന് നടക്കണ്ടേ നടക്കടല്ലേ ആളൊന്നും നടക്കാൻ കഴിയില്ല പക്ഷെ ഞനക്കെന്താ അപമാനം നടക്കേണ്ട ആവശ്യമുള്ളത് എനിക്ക് എന്ത് ചെയ്യണം 10 ലക്ഷം രൂപ കിട്ടണം ന്യായാധീശ് കൈസ അപമാൻ സുമൻ സിംഗ് എന്താണ് നിന്റെ അപമാനം എന്ന് പറഞ്ഞാൽ എന്താണ് सुमन सिंह പറയാണ് महोदय मेरे दुर्बल शरीर की ओर देखकर इसने कहा था मुझसे कुश्ती करने आए हो अकल तो ठिकाने पर है ना ये सुनकर सब हंसने लगा और मैं अपना सा मुंह लेकर रह गया मैंने सोचा यदि ये शरीर की ताकत पर इतना इतरा रहा है तो मुझे अपनी बुद्धि से काम लेना चाहिए सर എന്റെ ശരീരം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ മെലിഞ്ഞ ശരീരത്തില് ഈ ദുർബലമായ ഈ ശരീരത്തിൽ അതായത് മെലിഞ്ഞ് ശോഷിച്ച ഈ ശരീരത്തില് കുസ്തി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുമ്പോ അങ്ങനെ വരാവോ എന്നെ അത് ഞാൻ കുസ്തി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുമ്പോ എന്നെ നാട്ടുകാർ നോക്കി അല്ല എന്റെ നാട്ടുകാരൊക്കെ എന്നെ നോക്കി കളിയാക്കുകയായിരുന്നു എനിക്ക് ആ അപമാനം സഹിക്കാൻ വയ്യ മൈനെ സോച്ച് ഞാൻ ചിന്തിച്ചെന്താണ് എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ജയിക്കാൻ പറ്റുന്നതാണ് കരുതിയത് मैंने भी अपना दांव चलते हुए ऐसा कह दिया मैं चाहता था कि सबके सामने इसको हराकर मैं अपना खोया हुआ सम्मान पाकर इसका घमंड छूटू ഞാൻ കരുതിയത് അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുമ്പോ ഈ അപമാനത്തിന് ഒരു രക്ഷ നേടും എനിക്ക് അതായത് എന്റെ ബുദ്ധി ഉപയോഗിച്ച് എനിക്ക് രക്ഷ നേടാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചത് ഗുസ്തി മത്സരത്തിൽ നടക്കുവാ ആവാനായ ഒന്നിന് ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞാല് ഗുസ്തി മത്സരം നടക്കൂടാ വല്ലതും ഇല്ല അതിലും കുറച്ച് ആരോഗ്യം താഴെ ശ്രീദേവിനെപ്പോൾ നല്ല ആരോഗ്യം ഇതൊക്കെ വേണം വിചാരിച്ചാൽ നടക്കും पहलवान शरीर से दांव खेलते हैं मैंने दिमाग से दांव खेला अब अदालत की फैसला करे अदालत का जो फैसला होगा मुझे आदर से स्वीकार होगा मेरे पास अपनी सच्चाई का प्रमाण भी है എന്റെ കയ്യില് അപ്പോ ഇത് വെച്ച് നോക്കുമ്പോൾ എന്റെ കയ്യിൽ സത്യസന്ധതയുടെ ഒരു പ്രമാണം തെളിവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ കേസിനൊരു തീരുമാനം കാണുക महोदय आप चाहें तो माधवन से पूछ सकते हैं माधवन उस समय वहां मौजूद ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാക്ഷിയായിട്ട് മാധവനുണ്ട് മാധവനോട് സംശയം ചോദിച്ചോളൂ എന്ന് ന്യായാധിപനോട് പറഞ്ഞു മാധവൻ महोदय सुमन सिंह ने जो कहा सब सच है मैंने अपनी आंखों से देखा और कानों से सुना है ഞാൻ അപ്പൊ സാക്ഷി പറയാണ് പറഞ്ഞതല്ല ശരിയാന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്റെ ചെവി കൊണ്ട് കേട്ടു എന്നുള്ള സാക്ഷിയായ അയാള് സമ്മതിച്ചു പറഞ്ഞു സാക്ഷിക്കാരൻ അങ്ങനല്ലേ പറയല്ലേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാന്നല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവം കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ പറയാറില്ല നമ്മളെ പേരൻസിനോട് അനിയനും അനിയത്തിന് ഞാൻ സത്യമായിട്ട് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടെന്ന് പറയും അല്ലേ പറയാറില്ലേ ഞാനെല്ലാം പറയാറില്ല ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പറയും അതായത് സത്യമായിട്ടും ഞാൻ കണ്ടില്ല എന്റെ കണ്ണോണ്ട് ഞാൻ കണ്ടില്ല എല്ലാവരും കണ്ണോണ്ട് തന്നെ കാണുന്നത് പക്ഷെ നമ്മൾ അതെന്നല്ലത് ഉറപ്പിക്കാൻ വേണ്ടി ഒന്നും കൂടി പറയും पहलवान घबराते हुए महोदय मैंने इसके दुर्बल शरीर का अपमान नहीं किया ये गुद मेरी ताकत से डर गया था और इसने मुझे जानबूझकर हारने को कहा मैंने इसकी बात मानी पर ये अपनी बात से मुकर रहा ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല ആര് പറഞ്ഞ പഹൽവാൻ ഞാൻ ഇങ്ങനെയൊന്നും അന്ന് കാണിച്ചിരുന്നില്ല അപ്പൊ ന്യായാധീശൻ दोनों पक्ष और गवाह के ध्यानपूर्वक सुनने के बाद अदालत फैसला सुनाती है कि पहलवान ने सुमन सिंह पर जो मुकदमा किया है वह पैसों के लालच में आकर किया गया झूठा मुकदमा है അതായത് രണ്ട് പക്ഷക്കാരുടെയും കാര്യങ്ങൾ ഞാൻ കേട്ടു ശ്രദ്ധയോടെ കേട്ടു ഈ കേസിൽ തീരുമാനം ആക്കുകയാണ് എന്താണ് അവൻ പൈസയുടെ അത്യാഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തിരുന്നത് പൈസയുടെ അത്യാഗ്രഹം മൂത്തിട്ട് सुमन सिंह देनदार नहीं है सुमन सिंह എന്ന് പറഞ്ഞാല് ആരാണ്
ദേൻദാർ നഹി ഹേ. ദേൻദാർ പറഞ്ഞാല് മറ്റുള്ളവരുടെ പൈസക്കാര് പൊതു ആഗ്രഹം മൂത്തയാളല്ല. ബൽക്കി അദാലത്ത് പഹൽവാൻ കോ ദോഷി മാൻതി. അതുകൊണ്ട് പഹൽവാനെയാണ് എനിക്ക് ഇതിൽ തെറ്റുകാരനായി തോന്നുന്നത്. जिसने पहले तो कुश्ती की चुनौती स्वीकार करने वाले सुमन सिंह के दुर्बल शरीर की खिल्ली उड़ाकर सबके सामने उसका अपमान किया और बाद में धन के लालच में आकर जान बूझकर हार कर दर्शकों की भावनाओं का अपमान किया. രണ്ട് കേസുണ്ട് ഇപ്പൊ പഹൽവാനി. ഒന്ന്, സുമൻ സിംഗിന്റെ അയായത് ദുർബലമായ ഈ ശരീരത്തോട് വെല്ലുവിളിച്ചത് കൊണ്ട് ഒന്ന്. രണ്ട്, അദ്ദേഹത്തിന്റെ പൈസക്ക് വേണ്ടിയിട്ട് അത്യാഗ്രഹം മൂതിരി കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് കേസ് ഇപ്പൊ നിന്നിൽ ഞാൻ ചാർജ് ചെയ്യുന്നു കോടതി ഉത്തരവിട്ടു. इतना ही नहीं, जानबूझकर हार स्वीकार करके पहलवान ने खेल और खेल भावना की अपमान किया है. അതായത് പിന്നെ വേറൊന്നാണ്, അതായത് ഒരു കളി, ആ കളിയെ തന്നെ, അതായത് ഗുസ്തി എന്ന ആ കളിയെ തന്നെ, ആ സ്പോർട്സിനെ തന്നെ ഒരു അപമാനിച്ച രീതിയിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. ഏക പ്രകാർക്ക ഭ്രഷ്ടാചാർ. ഇത് ഒരു കണക്കിന് ഭ്രഷ്ടാചാറാണ്. ഭ്രഷ്ടാചാരം എന്താ അർത്ഥം? ഭ്രഷ്ടാചാരം കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇന്നത്തെ ലോകത്ത് അഴിമതി ഉള്ള വാക്കില്ലേ മലയാളത്തില്? അഴിമതി അടക്കം പറഞ്ഞില്ലേ? അതാണ് ഈ ഭ്രഷ്ടാചാരം കേട്ടാ. ജിസെ സ്വീകാർ നഹി കിയ ജസ്ത. ഈ അഴിമതിക്ക് ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ല. खिलाड़ी जब खेलने के लिए मैदान में उतरता है तो उसका नैतिक कर्तव्य होता है कि वह खेल को खेल भावना से खेले. ഒരു ഖിലാഡി മീൻസ് കളിക്കാരൻ. ഒരു എന്തെങ്കിലും ഒരു സ്പോർട്സിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു കളിക്കാരൻ കളിക്കാൻ ഇറങ്ങുമ്പോഴേ ആ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാലേ അവന്റെ കർത്തവ്യബോധത്തിൽ തന്നെ കളിച്ചിരിക്കണം. ഏത് സ്പോർട്സിലായാലും അല്ലേ? അങ്ങനെയല്ലേ വേണ്ടേ? पहलवान ने खिलाड़ी और खेल की गरिमा को जो ठेस पहुंचाई है उसके लिए अदालत उस पर 5 लाख का जुर्माना लगाती है. पहलवान എന്ന ഈ കളിക്കാരൻ അതായത് ഒരു സ്പോർട്സിന്റെ മഹത്വത്തെ വെല്ലുവിളിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ മേലെ 5 ലക്ഷം രൂപ പിഴയടക്കാൻ വേണ്ടി കോടതി വിധിക്കുന്നു. പർദ ഗിർതാ ഹെ. പർദ ഗിർതാ ഹെ എന്ന പർദ മീൻസ് കർട്ടൻ വീഴുന്നു. നാടകല്ലേ സ്റ്റേജില്. दर्शकों की तालियों की गड़गड़ाहट से विद्यालय का भवन गूंज उठता है. അവിടെയുള്ള കാണികൾ എല്ലാവരും എന്തായിരിക്കും? നമ്മളെ പോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അവിടെ സൗണ്ടാണ് സ്കൂൾ മുഴുവനും കേട്ടത്. മനസ്സിലായ? അപ്പൊ വെറുതെ ഒന്നും ഗുസ്തി മത്സരത്തിന് പോവാൻ നിൽക്കണ്ടെന്നാണ് പറയുന്നത് കേട്ടാ. പിന്നെ ഓരോ സ്പോർട്സിൽ ഏത് ഗെയിമിലായാലും അതിൻ്റെതായ നിയമവശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങണം എന്നാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരുന്നത്. മനസ്സിലായോ ലെസൺ? മനസ്സിലായി? ഈ പാഠഭാഗം 1-2 പ്രാവശ്യം വായിക്കണേ. അപ്പൊ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും വേർഡ് മീനിങ്, ശബ്ദാർത്ഥം എഴുതുക. വേർഡ് മീനിങ് വാർഷികോത്സവം, ന്യായാധീശ്, ഹിന്ദി എഴുതുക, ഇംഗ്ലീഷ് മീനിങ് മാത്രം. ന്യായാധീശ് ജഡ്ജി, കാര്യവായ് ആക്ഷൻ, അനുമതി പെർമിഷൻ, പ്രൂഫ് പ്രമാണം, ദണ്ഡിത് പണിഷ്ഡ്, ദറസൽ ആക്ച്വലി, മുഖാബല കോമ്പറ്റീഷൻ, റക്കബ് എമൗണ്ട്, അഖാഡെ ലിസ്റ്റ്, തഗാസ ഡൺ, ദേൻദാർ ഡെപ്റ്റർ, ഭ്രഷ്ടാചാർ കൊറപ്ഷൻ, ജുർമാന ഫൈൻ. അപ്പൊ ഇത്രയും വേർഡ് മീനിങ് എന്ത് ചെയ്യണം? നിങ്ങള് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക കേട്ടോ. അതിന്റെ താഴെയുള്ള മുഹാവരെ കൂടി എഴുതണം. ആന കാനി കർണ, താൽ മട്ടോൽ കർണ, താൽന, കാനോं पर झूठ न देखना, कोई असर न होना, धूल चटाना, हराना, बुरी तरह पराजित करना. ഇത് ഹിന്ദിയിലെ ശൈലികളാണ്. മുഹാവരെ മീൻസ് എന്താ മോനെ? കൊറേ വർക്ക് ഉണ്ടെന്നാ? ഏത് വർക്ക്? ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ലേ? ഇപ്പൊ എടുത്ത പാഠത്തിന്റെ
അതിന് ശേഷം അത് സിമ്പിള് വേഗം എഴുതാൻ പറ്റും. കുറച്ച് പറഞ്ഞുതരാം ഇപ്പൊ കേട്ടാ. അപ്പൊ മുഹാവര പറഞ്ഞ ശൈലികള് ഹിന്ദിയിലെ ശൈലികളാണ്. അതായത് അതിന് വേറൊരു മീനിങ് ആയിരിക്കും അതിനുണ്ടാവുക. ശരിയായ ഹിന്ദി മീനിങ് വേറൊന്നായിരിക്കും. ഇപ്പൊ അനാകാനി കർണ പറഞ്ഞ ടാൽന കാനം പർ ജൂനിയർ എങ്ങനെയാ പറഞ്ഞാല് ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്നത്, ആരെന്ന് പറയുമ്പോ കൂസാത്ത രീതിയിൽ. ധൂൽ ചട്ടാന പറഞ്ഞാല് വളരെ മോശമായ രീതിയിൽ പരാജയപ്പെടുക. ബുരീതര പരാജിത കർണാണ് ധൂൽ ചട്ടാന പറഞ്ഞത് കേട്ടാ. അപ്പൊ അത്രയും വേർഡ് മീനിങ് അല്ല സോറി മുഹാവര. ഇനി അതിന് ശേഷമുണ്ട് ടിക്ന പാന താക്കത്വർ വ്യക്തിക്ക് സാമനെ കംസോർ സാബിത് ഹോന. ടിക്ന പാന പറഞ്ഞാല് ശക്തിശാലിയായ വ്യക്തിയുടെ മുന്നില് ദുർബലനാണ് തെളിയിപ്പിക്കപ്പെടല്. ചിത് കർണ കുസ്തിമേ വിരോധിക്കോ പരാസ്ത കർണ ഗുസ്തിയില് എതിർപ്പുള്ളവര് അവരെയാണ് ചിത്ത് കർണ പറഞ്ഞത്. ഖില്ലി ഉഡാന അതായത് ചിരിച്ചുകൊണ്ട് പരിഹസിച്ച് പറയുക. അപ്നാസ മുഹ് ഗോക്കർ ലേക്കർ രഘുജാന അപമാനിത അത് അതായത് ലജ്ജ തോന്നല്. ദാവ് ചലന തർക്കീബ് യാ യുക്തി ലഗാന അതായത് യുക്തി പറഞ്ഞാല് എന്താണ് സൂത്രം പിടിക്കുക, കെണി പിടിക്കുക. ഗമണ്ട് ചൂർ കർണ പറഞ്ഞാല് അഹങ്കാരം നഷ്ടപ്പെടുക, അഹങ്കാർ നഷ്ടകർണ. അപ്നി ബാത് സെ മുഖർ ജാന പറഞ്ഞാൽ അപ്നി ബാത്ത് അതായത് നമ്മളെ ഒരു തീരുമാനം എടുത്താൽ അതിൽ ആ നിലപാടിന് ഒരു തീരുമാനം മാറ്റാതെ നിൽക്കൂലേ. ആരെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഉറച്ച തീരുമാനം തന്നെ ഉറച്ചെത്തുന്നവരില്ലേ, അതിനെയാണ് നമ്മൾ പറയില്ല അപ്നി ബാത് സെ മുഖർ ജാന. തന്റെ തീരുമാനത്തിൽ ഒട്ടും മാറ്റം വരില്ല. ഭേസ് പഹുഞ്ചാന പറഞ്ഞാല് മാൻ സമ്മാൻ കോ ഹാനി പഹുഞ്ചാന. അതായത് ഭേസ് പഹുഞ്ചാന എന്ന് പറഞ്ഞാൽ നമ്മുടെ അപമാനത്തിനൊക്കെ നമ്മുടെ മാനം അഭിമാനത്തിന് നാശം സംഭവിക്കാം, കോട്ടം നഷ്ടം സംഭവിക്കാം. ഇതാണ് ആ ശൈലിയുടെ അർത്ഥം. അത്രയും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. പിന്നെ ഡിറ്റേഷൻ വാക്കുകളാണ് അവിടെ കൂടുതൽ. സമയം കിട്ടുമ്പോൾ എഴുതി പഠിച്ചു. വെറുതെ ഇരിക്കുമ്പോൾ ഗെയിമൊന്നും കളിക്കാൻ നിൽക്കണ്ട, ടിവിയിലൊന്നും ഇതൊന്നും സിനിമയൊന്നും കാണാൻ നിൽക്കണ്ട, ഇതെല്ലാം എഴുതി പഠിച്ചു. വാർഷികോത്സവ്, ന്യായാധീശ്, കാര്യവാഹി, പ്രമാൺ, ദറസൽ, ആത്മവിശ്വാസ്, മൗജൂദ്, ഫൈസല, ധ്യാനപൂർവക്. ഇനി മൗഖിക പ്രശ്നം പറഞ്ഞുതരാം. പ്രശ്നോं के उत्तर बताओ. നിങ്ങൾ അതിന്റെ ഉത്തരം പറഞ്ഞോ. इस नाटक में किसने किस पर मुकदमा किया? ഈ നാടകത്തിലെ ആർക്കെതിരെയാണ് കേസ് നൽകിയത്? പഹൽവാനെ സുമന്ത സിംഗ് അല്ലേ? പഹൽവാൻ സുമന്ത സിംഗിനെതിരെയല്ലേ കേസ് കൊടുത്തിരിക്കുന്നത്? കിത്തനെ രൂപയോ के लिए मुकदमा किया गया? എത്ര ലക്ഷം രൂപയുടെ കേസായിരുന്നു ഇത്? 10 ലക്ഷം. 10 ലക്ഷം. दोनों पक्षों के गवाह का नाम बताओ. രണ്ടുപേരുടെയും സാക്ഷിയായിട്ട് ആരാ വന്നത്? അയാളുടെ പേരെന്താണ്? മാധവൻ. മറന്നോലെ മീശ മാധവൻ. സുമൻ സിംഗിനെ अपने अपमान का बदला कैसे लिया? സുമൻ സിംഗ് തന്റെ അപമാനത്തിനെതിരെ എന്താ ചെയ്തത്? തന്നെ അപമാനിച്ചതിനെതിരെ തന്റെ ശരീരം ദുർബലമായി ശരീരത്തിനെ വെല്ലുവിളിച്ച നാണം കെടുത്തി പറഞ്ഞിട്ടില്ലേ? എന്നിട്ടോ സുമൻ സിംഗ് തോറ്റുപോയില്ലേ? എന്താ ചെയ്ത്? തോറ്റുപോയില്ലേ ഇത് ഗുസ്തി മത്സരത്തില്? പാടുക പോയി അന്യ ശീർഷക് ബദാവോ. അത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. അദാലത്ത് കാ ഫൈസല എന്നല്ലേ പാഠത്തിന്റെ പേര്? ദി ജഡ്ജ്മെന്റ് ഓഫ് ദ കോർട്ട്. ഇതല്ലാതെ വേറൊരു പേര് നൽകിയേ നിങ്ങൾ പറഞ്ഞേ. 4 പേരുണ്ട്. 4 പേര് വരട്ടെ. ഷോൺ ഏത് പേരായിരുന്നു പറഞ്ഞോ? ഹിന്ദിയില് മലയാളത്തിലല്ല. പറഞ്ഞോ. അദാലത്ത് കാ ഫൈസല. ഇതല്ലാതെ വേറെന്ത് പേരിടാം? സച്ചേ ന്യായാധീശനൂടെ യഥാർത്ഥ ന്യായാധിപൻ അല്ലേ? ഒരു പേര് അത് കൊടുക്കാം. അതല്ലെങ്കിൽ അൻമരിയ പറഞ്ഞോ.
തിരിച്ച് ഇരട്ടി പൈസയിൽ കൊടുക്കേണ്ടി വന്നത്. യെസ്. അപ്പൊ അത് ഉദ്ദേശിച്ച ഒരു പേര് പറഞ്ഞേ. ശ്രീദേവേ പേരിടാൻ പോയടാ. എന്താ ഈ കഥക്ക് വേറൊരു പേരിടാമോ? പേരിടണോ? ആ പിന്നെ വെറുതെ ആവൂടാ. ശ്രീദേവ് നല്ല പാട്ടുകാരനാണ്. ആര് പറഞ്ഞു? അന്ന് പാടിയിട്ട് നീ എനിക്ക് കിട്ടുന്നില്ലേ? ആര് പറഞ്ഞു? ലാംഗ്വേജ് ക്ലബിൽ. അതന്നെ ശ്രേയ വരെ. ശ്രേയ നല്ല പാട്ടുകാരിയാണ്. ആൻമരിയനെ പിന്നെ കണ്ടതേ ഇല്ല. ആൻമരി നല്ല പാട്ടുകാരിയാണ്, പക്ഷെ ആൻമരിയനെ ഒന്നും കണ്ടതേ ഇല്ല. ജാസ് പാട്ട് പാടുവാ? ഇല്ല. നമ്മൾക്കൊന്നത് ഒരു പീരീഡ് മാത്രം കിട്ടുന്നോണ്ടാണ് നിങ്ങളൊന്ന് ഒരു പാടെല്ലാം പാടിപ്പിക്കാനും മനസ്സിൽ മിസ് പ്ലാനിങ്ങിലുണ്ട്. പക്ഷെ ഒരു പീരീഡ് മാത്രം ആയതുകൊണ്ടാണ് സമയം കിട്ടാത്തട്ടാ ആൻമരിയ. ശ്രീദേവി ഇനി വേറൊരു പേരിടാൻ പറ്റുമോ ഈ കഥക്ക്? मिस सच साबित करना. സച്ച് സാബിത് കർണ. സാബിത് കർണല്ലേ തെളിയിക്കപ്പെടുക. ഇല്ലെങ്കിൽ ഇതൂടെ ഗുസ്തിക ചുനൗത്തി, ഗുസ്തിയിലെ വെല്ലുവിളി കൊടുത്തൂടെ? ഗുസ്തി മത്സരത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി. ഗുസ്തിക ചുനൗത്തി, ഗുസ്തിയിലെ വെല്ലുവിളി. പോരെ? ഇത്രയും പേര് മതി. ഓക്കെ. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് അത് മാർക്ക് ചെയ്ത് അയച്ചാല് നിങ്ങൾ എഴുതുവോ? മിസ് അയച്ചെന്നാല് ഇന്നല്ല നാളെ എങ്ങനെ? ഇന്ന് വേർഡ് മീനിങ്ങും മുഹാവരയിൽ എഴുതിയൊക്കെ. ക്ലാസ് ഇപ്പൊ സമയം കഴിയാറായി, കട്ടായി പോകും. मिस मुहावरे फुल എഴുതണം. ഒരു കാര്യം ചെയ്യും, മുഹാവര നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കോ? പഠിക്കുമെങ്കിൽ അവിടെ ടിക്കറ്റ് വെക്കുക. എന്നിട്ട് നിങ്ങള് വേർഡ് മീനിങ് മാത്രം എഴുതിക്കോ. കുറെ എണ്ണം ഉള്ളത് കൊണ്ടാണ് അവിടെ ടിക്കറ്റ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് വെക്കണം, പഠിക്കണം. ഇനി പഹൽവാൻ ने सुमन सिंह पर क्या आरोप लगाया? പഹൽവാൻ സുമൻ സിംഗിന്റെ പേരിൽ എന്ത് ആരോപണമാണ് ഉന്നയിച്ചത്? सुमन सिंह मुझे मेरे 10 लाख रुपए देने में आनाकानी कर रहा है. पेज नंबर 20 എടുക്ക്. പേജ് നമ്പർ 20 ആ പിക്ചറിന്റെ നേരെ ഇടത് സൈഡിലായിട്ടാ പഹൽവാൻ പറയുന്ന ഭാഗം. सुमन सिंह मुझे मेरे 10 लाख रुपए देने में आनाकानी कर रहा है. സുമൻ സിംഗ് എനിക്ക് തരാനുള്ള 10 ലക്ഷം രൂപയിൽ നിന്ന് പൈസ തരാതിരിക്കുകയാണെന്നല്ലേ? അത് ബ്രാക്കറ്റിലോ നമ്പർ 1 ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ അത് നോക്കി എഴുതണം. അത് आनाकानी कर रहा है. सेकंड क्वेश्चन, पहलवान का आत्मविश्वास कब बढ़ गया था? पहलवाന്റെ ആത്മവിശ്വാസം എപ്പോഴാണ് വർദ്ധിച്ചത്? എപ്പോഴാ വർദ്ധിച്ചത്? ക്ലാസ് കട്ടാവാറായി. ക്ലാസ് കട്ട. ഒരു കാര്യം ചെയ്യാം, മിസ് അത് പിന്നീട് ആൻസർ പിന്നീട് അയക്കാട്ടോ. ഇന്നല്ല, ഇനി നിങ്ങളെ വേർഡ് മീനിങ് എഴുതുക. ആ പാഠഭാഗം 1-2 പ്രാവശ്യം വായിക്കണേ. മിസ്സിന് ക്ലാസ്സിൽ വായിപ്പിക്കാൻ പറ്റുന്നുണ്ടാണ് കേട്ടോ. എപ്പോഴെങ്കിലും നമുക്ക് ഇടയ്ക്ക് വായിപ്പിക്കാം സമയം കിട്ടുമ്പോൾ. എന്നാല് ഒരു സെറ്റ് മാത്രം കിട്ടുന്നോണ്ടാ ഇങ്ങനെ ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.